ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു സിമ്പിളൊരു ഡിസൈനായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നമുക്ക് നെക്കിലും സ്ലീവിലും ഒരേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. നിങ്ങളാ ഒരു തമ്പനെയിൽ പിക്ചർ കണ്ടല്ലോ. അപ്പോൾ നമ്മളിതൊരു വി നെക്കിലേക്കാണ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ജസ്റ്റ് ഈ ഒരു വി നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്കിത് വി നെക്കിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് ഡയമണ്ട് ഷേപ്പിൽ ഡിസൈൻസ് വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മാർക്കിങ് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബീഡ്സ് വർക്ക് വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതിന് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. ഇനി നമ്മളിതുപോലെ സെൻറ്ററിൽ തന്നെ ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പ് വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 സൈഡുകളിലേക്കായിട്ടും ഇതേപോലെ ഡയമണ്ട് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൈഡുകളിലേക്കായിട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഇത്. ഒരു ഹെവി പാറ്റേണൊന്നുമല്ല. നെക്കിൽ, അതായത് നമ്മുടെ നെക്കിൻ്റെ ബോർഡറിലും അതുപോലെ സ്ലീവിൻ്റെ ബോർഡറിലും മാത്രം വരുന്നൊരു ഡിസൈനാണ്. എല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു സിമ്പിൾ വെയറാണ്, സിമ്പിൾ പാർട്ടി വെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇതുപോലെ നല്ല ഭംഗിയായിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഡയമണ്ട് ഷേപ്പ് വരച്ചത് 3 ലെയറുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കട്ട് ബീഡ്സും അതുപോലെ റൗണ്ട് ബീഡ്സും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ നീഡിൽ നമ്പർ 12 ആണ് വേണ്ടത്. 12 അല്ലെങ്കിൽ 10 എടുക്കാവുന്നതാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കട്ട് ബീഡ്സ് വേണം. ഗോൾഡൻ കളറോ ആൻറ്റിക് ഷെയ്ഡോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് പേൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ചെറിയ പേൾ ബീഡ്സാണ് എടുത്തേക്കുന്നത്. വൈറ്റ് കളറിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു ബോർഡർ, നെക്കിൻ്റെ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും ഒരു ബീഡ്സ് വർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു സിംഗിൾ ലെയറായിട്ട് നമ്മളിത് കൊടുക്കുകയാണ് ചെയ്യണേ. ഞാനിപ്പോൾ ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെല്ലാ വീഡിയോസിലും കാണിക്കാറുള്ളത് പോലെ തന്നെ കംപ്ലീറ്റ് ബാക്ക് സ്റ്റിച്ചിൽ ആ ഒരു ബോർഡർ ഒന്ന് ഫിൽ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് സ്റ്റിച്ചിൽ ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോർഡർ ലൈൻ കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വരച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ലൈനിന് ഒരുപാട് കട്ടി വരാതെ ജസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ഒരു പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ വരയ്ക്കുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു പെൻസിലൊന്ന് ഷാർപ്പ് ചെയ്തിട്ട് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ലൈനിൽ കൂടി തന്നെ നമുക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു ലൈനിൻ്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒരു ഇന്നോർഡൻസ് വരും, ഒരു ഭംഗികേട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ വന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ലൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഒരു വരുന്നത് ഡയമണ്ട് ഷേപ്പിലുള്ള ആ ഒരു ഡിസൈൻ ഫില്ല് ചെയ്യുകയാണ്. അതും സെയിം നമ്മൾ ആദ്യമേ ബോർഡർ ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ലെയർ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കാം. വീണ്ടും അതിൻ്റെ ഉള്ളിൽ വീണ്ടും കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാം. അതാണ് നമ്മുടെ പാറ്റേൺ കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഡിസൈൻസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ട് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും ഡിസൈൻ ചെയ്യാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. വാട്സപ്പിലേക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിറ മാറ്റേഴ്സ് എന്നാണ് നമ്മുടെ പുതിയൊരു ഓൺലൈൻ ഷോപ്പിംഗ് സംഭവത്തിൻ്റെ പേരിട്ടേക്കുന്നത് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഡ്രസ്സോട് കൂടിയാണ് കൊടുക്കുന്നത്. അതായത് ഒരു കംപ്ലീറ്റ് ഡ്രസ്സ് വെയറായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ടോപ്പാണ് കൊടുക്കാനായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഹാൻഡ് വർക്കാണോ, നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു രീതിക്ക് ചെയ്തു തരുന്നതായിരിക്കും. 15 ദിവസമാണ് നമ്മുടെ ഷിപ്പിംഗ് ടൈം വരുന്നത്. ഓർഡർ എടുത്തതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പറയുക. നിങ്ങളുടെ ഫാമിലീസിലും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ലെയർ നമ്മളിതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഡിസൈനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാനത് സെപ്പറേറ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഡിസൈനും ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഹൂപ്പിൽ വെച്ച് ചെറുതായിട്ട് വരച്ച് ചെറുതായിട്ട് ചെയ്താണ് കാണിക്കണേ. നമ്മൾ ഫെയറായിട്ട് ചെയ്യുമ്പോൾ വലിയൊരു ഹൂപ്പിൽ വലിയ ഡിസൈനൊക്കെ ആയിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ മാത്രമാണ്. നിങ്ങൾ അങ്ങനെ എടുക്കുള്ളൂ എന്നും എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഇതേ രീതിക്കാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്. സിമ്പിളല്ലേ, എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ വർക്കും അതുപോലെ ഡ്രസ്സിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. ഓരോ ഡ്രസ്സിൻ്റെ അപ്ഡേറ്റ്സും അതിനകത്തുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതിയാവും കേട്ടോ.
നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത്. എല്ലാം കൂടെ മാനേജ് ചെയ്യാനുള്ള ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളത് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതേപോലെയാണ് ഫുള്ളായിട്ടും ചെയ്തെടുക്കുമ്പോൾ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യം ആരും മറക്കരുത്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്